ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അധികൃതരുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ NITയിലേക്ക് BJPയുടെ പ്രതിഷേധ പ്രകടനം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ. ലഹരിക്കെതിരെ സമഗ്ര ബോധവൽക്കരണവും ശക്തമായ സമരപരിപാടികളുമായി കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം നിയമനിർമ്മാണം നടത്തി പരിഹരിക്കണമെന്ന് ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ C. ചാക്കുണ്ണി. സുരക്ഷാ ജോലി കുറ്റമറ്റതാക്കാൻ അംഗങ്ങൾക്കായി യുണൈറ്റഡ് സെക്യൂരിറ്റി സൊസൈറ്റിയുടെ പരിശീലന പരിപാടി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അധികൃതരുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ NITയിലേക്ക് BJPയുടെ പ്രതിഷേധ പ്രകടനം BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. NIT അധികൃതരുടെ ജനദ്രോഹ നടപടിയിലും തൊഴിലാളി വിരുദ്ധ നടപടിയിലും പ്രതിഷേധിച്ച് BJP NIT മാർച്ച് നടത്തി. കട്ടാങ്ങൽ അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് NITക്ക് പോലീസ് തടഞ്ഞു. മാർച്ച് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ NITകളിൽ എന്താണ് നടക്കുന്നത്? താൽക്കാലിക ജീവനക്കാരുടെ കാര്യത്തിൽ ആർക്കാണ് തീരുമാനമെടുക്കാനുള്ള അധികാരം? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാരും തൊഴിലാളി സംഘടനകളും പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇവിടുത്തെ അധികാരികൾ കാണിക്കണം. സ്ഥാപനം എന്നുള്ള നിലയിൽ ആ സ്ഥാപനത്തിനകത്തെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമൊക്കെ നിങ്ങൾക്കുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നാട്ടുകാരോട് മുഴുവൻ യുദ്ധപ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ഞാൻ ആവർത്തിച്ചു പറയുകയാണ്. അല്ലെങ്കിൽ ധാരണയിലെത്തണം. ഏതെങ്കിലും തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായി ഈ പ്രദേശത്ത് ജനകീയ നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ധാരണയിലെത്തിയതിനു ശേഷമല്ലേ ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടത്. അല്ലാതെ ധിക്കാരപരമായിട്ട് എനിക്ക് അധികാരമുണ്ട് എന്ന് വിചാരിച്ചാണിത് നടപ്പിലാക്കാൻ പുറപ്പെടുന്നതെങ്കിൽ അതിവിടെ നടപ്പിലാവില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. മണ്ഡലം വൈസ് പ്രസിഡന്റ് നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായി. T. ചക്രായുധൻ, വിദ്യുത് ലത, KMCB, ശിവദാസൻ മംഗലഞ്ചേരി പങ്കെടുത്തു. നിങ്ങളുടെ ആവശ്യം ജനുവിനാണ്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ കൂടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഏത് അധികാരികളോട് നമ്മൾ ആ കാര്യം സംസാരിക്കും. ഇത് സമരത്തിനാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ താൽക്കാലികമാണെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തുമെന്നും കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. KDF ഭാരവാഹികൾ. നടക്കുന്നത് LDFകാര് പറയും കോൺഗ്രസ് BJPയുടെ അക്കൗണ്ടിലാണ് സീറ്റ് നേടിയത്. കോൺഗ്രസുകാർ പറയും CPM BJPയുടെ ആയിട്ട് നീക്കുപോക്കുണ്ട്, രഹസ്യധാരണയുണ്ട്, അടിയൊഴുക്കുണ്ടെന്ന്. യഥാർത്ഥത്തിൽ അതൊന്നുമില്ല. ഈ രണ്ടു കൂട്ടരും ന്യൂനപക്ഷ വിഭാഗങ്ങളെ സന്തോഷിപ്പിച്ച് അവരുടെ വോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ രണ്ടു കൂട്ടരും ഈ പരസ്പരം ആരോപണം നടത്തുന്നത്. കേന്ദ്രഭരണം പിടിച്ചെടുക്കാനുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുൻപും ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തവണത്തെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടേതാണെന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P. രാമഭദ്രൻ പറഞ്ഞു. നിയമസഭയിലേക്ക് ജനം തെരഞ്ഞെടുത്ത സർക്കാർ തുടരേണ്ടത് നിയമപരമായ രാഷ്ട്രീയ നീതിയും ജനാധിപത്യ മര്യാദയുമാണ്. ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും
നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെ മൂന്നാമത്തെ പിണറായി മന്ത്രിസഭ കേരളത്തിൽ വരും. അതിൽ യാതൊരു സംശയവും വേണ്ട. പിണറായി അത്രത്തോളം ആളുകളെ ചേർത്ത് നിർത്താനും സ്നേഹിക്കാനും സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ സംഭവിച്ച അപ്രതീക്ഷിതമായ തിരിച്ചടി വർഗീയ വിഷം പുരണ്ട രാഷ്ട്രീയ സംസ്കാരത്തിന്റെ മുഖത്തേറ്റടിയാണെന്നും KDF ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ KDF സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KP റുഫാസ്, ജില്ലാ സെക്രട്ടറി CK മണി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിക്കെതിരെ സമഗ്ര ബോധവൽക്കരണവും ശക്തമായ സമരപരിപാടികളും നടത്തുമെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി. ജൂലൈ 9 വിവിധ ഏജൻസികളെയും സംഘടനകളെയും സ്ഥാപനങ്ങളെയും പങ്കെടുപ്പിച്ച് കൺവെൻഷൻ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ക്യാമ്പസുകളിലും അത് കഴിഞ്ഞ് നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലും എല്ലാം ലഹരിയുടെ ഉപയോഗം വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ആന്റി ഡ്രഗ് മൂവ്മെന്റ് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കാലിക്കറ്റ് ചേംബർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സാരഥികൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ജൂലൈ 9 ചേംബർ ഭവനിൽ കൺവെൻഷൻ വിളിച്ചു ചേർക്കും. വിവിധ എൻഫോഴ്സ്മെന്റ് ഏജൻസികളായ പോലീസ്, എക്സൈസ്, RTO, ഫോറസ്റ്റ്, GST, ലേബർ, കസ്റ്റംസ് എന്നിവരും സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും വ്യാപാര സംഘടനകളും ഹോസ്റ്റൽ അധികൃതരും കൺവെൻഷനിൽ പങ്കെടുക്കും. കോഴിക്കോട് NIT ലഹരിക്കെതിരെ പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കും. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കേരള ചാപ്റ്റർ, ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ, ലയൺസ്, റോട്ടറി എന്നിവരും NIT, KMCT, MES, MSS, തണൽ എന്നിവരും സഹകരിക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേംബർ അംഗങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ജോലിക്കാർക്കും ലഹരി വിരുദ്ധ മാർഗരേഖയും സത്യവാങ്മൂലവും നിർബന്ധമാക്കും. ലഹരിയുമായി ബന്ധപ്പെട്ട വിവരം ലഭ്യമായാൽ അവരുടെ മെമ്പർഷിപ്പുകൾ ക്യാൻസൽ ചെയ്യുമെന്നും കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സാരഥികളായ സുബൈർ കൊളക്കാടൻ, സിറാജുദ്ദീൻ, TP അഹമ്മദ് കോയ, M മുഹമ്മിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അണ്ടർടേക്കിംഗ് ലെറ്റർ എഴുതി വാങ്ങിക്കാൻ പോവാം. ലഹരിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ഈ സ്ഥാപനങ്ങൾ ബന്ധപ്പെടില്ല എന്നുള്ളതും അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരിൽ നിന്നും അണ്ടർടേക്കിംഗ് ലെറ്റർ എഴുതി വാങ്ങിക്കണമെന്ന് നിർബന്ധമാക്കാൻ പോവാണ്. ലഹരിയുമായി ബന്ധപ്പെട്ടാൽ ഭാവിയിൽ അവരുടെ ജോലി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമെന്നൊരു മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു മൂവ്മെന്റ് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ചാലപ്പുറം സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മിടുക്കരായ വിദ്യാർത്ഥികളെ ആദരിച്ചു. കാലിക്കറ്റ് സിറ്റി ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ ഉപഹാരങ്ങൾ സ്വീകരിച്ചു. ചാലപ്പുറം സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. കാലിക്കറ്റ് സിറ്റി ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചാലപ്പുറം എന്ന് പറയുന്ന പ്രദേശത്തിന് വലിയ പ്രാധാന്യവും
പല പ്രത്യേകതകളുമുള്ളൊരു പ്രദേശമാണ്. ദേശീയ പ്രസ്ഥാനത്തോളം തന്നെ പേരുകേട്ട നാടാണ് ചാലപ്പുറം എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും പറയാറുള്ളൊരു പേരാണ് ചാലപ്പുറം. ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടർച്ചയായി രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു ആസ്ഥാനമാണ് ഈ ചാലപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. അതിലൊക്കെ ഉപരി നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്തെന്നും അഭിമാനമെന്നും നമ്മൾ മനസ്സിലേറ്റുന്ന മതനിരപേക്ഷമായ ഒരിടം, അത് ചാലപ്പുറത്തിന്റെ വാക്കുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് ചാലപ്പുറത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് തലമുറകളായി കാത്തു സൂക്ഷിച്ച് അങ്ങനെയൊരിടം ഈ തലമുറയും ഇവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് കാലത്തോട് വിളിച്ചു പറയുന്ന ഇന്നത്തെ പ്രദേശത്തിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രദേശത്തിന്റെ പേരായി ചാലപ്പുറം മാറുകയാണ്. പത്മശ്രീ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് PK കൃഷ്ണനുണ്ണി രാജ അധ്യക്ഷനായിരുന്നു. രക്ഷാധികാരികളായ AT അബ്ദുള്ളക്കോയ, KP രാമചന്ദ്രൻ, ഐപ്പ് തോമസ്, രാകേഷ് കണ്ടിയിൽ, കാലിക്കറ്റ് സിറ്റി കോഓപ്പറേറ്റീവ് ബാങ്ക് സാരഥികളായ വനജ S നായർ, K മനോജ് കുമാർ, A സുരേന്ദ്രൻ, KK ഹാജിക്കോയ, E പ്രസൂൺ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുൻ മന്ത്രിയും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന A സുജനപാലിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം അനുസ്മരണം നടത്തി. കണ്ണൂർ കുടുംബ കോടതി ജില്ലാ ജഡ്ജ് RL ബൈജു ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയറ SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രം A സുജനപാൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ കുടുംബ കോടതി ജില്ലാ ജഡ്ജ് RL ബൈജു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സുജേട്ടന്റെ രാഷ്ട്രീയം നമുക്കെല്ലാം അറിയുന്നതാണ്. സുജേട്ടൻ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, പക്ഷെ ശരിക്കുള്ള ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ശരിയായ കോൺഗ്രസ്സുകാരന് മറ്റെല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയും. കോൺഗ്രസ് അങ്ങനെ ഒരു പാർട്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ അഭിപ്രായങ്ങളെയും മാനിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിത്വം തന്നെയായിരുന്നു സുജേട്ടൻ്റെ. മാത്രമല്ല, രാഷ്ട്രീയത്തിലെ സ്ഥാനമാനങ്ങൾ സുജേട്ടനെ തേടി വന്നു എന്നല്ലാതെ സുജേട്ടൻ അങ്ങോട്ടൊരു രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ തേടി പോയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിയുന്ന സുജേട്ടൻ. സുജേട്ടനെ മന്ത്രിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് സുജേട്ടൻ തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ മന്ത്രിയായി സ്ഥാനം ഏൽക്കും എന്ന് ഉറപ്പുള്ള ഒരു സമയത്ത് സാധാരണ വരുന്ന പോലെ സുജേട്ടൻ ഇങ്ങനെ വരുന്നത് നമുക്കെല്ലാം കാണാം. സുജേട്ടൻ്റെ ആ വസ്ത്രധാരണം നമുക്കറിയാം. കയ്യിലൊരു സൂട്ട് കേസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഓട്ടോറിക്ഷയാണ്. സാധാരണക്കാരായ പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരുടെ വാഹനമായ ഓട്ടോറിക്ഷയിലാണ് സുജേട്ടൻ. പ്രസിഡന്റ് TV രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പൂനൂർ കരുണാകരൻ, KP സുരേന്ദ്രനാഥൻ, VP മാധവൻ നായർ, E ജയരാജ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം നിയമനിർമ്മാണം നടത്തി പരിഹരിക്കണമെന്ന് ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി. വിശുദ്ധ നാടുകൾ സന്ദർശിക്കാൻ തീർത്ഥാടകർക്ക് സബ്സിഡി അനുവദിക്കണമെന്നും സൊസൈറ്റി ചെയർമാൻ CE ചാക്കുണ്ണി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം നിയമനിർമ്മാണം നടത്തി പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ജില്ലാ സെമിനാറിൽ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ ഷെവലിയർ CE ചാക്കുണ്ണി നിവേദനം സമർപ്പിച്ചു. നവകേരള സദസ്സിൽ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി സമർപ്പിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി സെമിനാറിൽ നിന്നും അറിയിപ്പ് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ AA റഷീദ് എന്നിവർക്കും കമ്മീഷൻ അംഗങ്ങൾക്കുമാണ് നിവേദനം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കൗൺസിൽ ഫോർ ദ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻസ് മലബാർ റീജിയൻ ഫുട്ബോൾ മത്സരങ്ങൾ കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് HSSൽ ആരംഭിച്ചു. എഫ് സോൺ മത്സരങ്ങളിൽ 16 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ഫറൂഖ് CISE മലബാർ റീജിയൻ എഫ് സോൺ ഫുട്ബോൾ മത്സരങ്ങൾക്ക് കുണ്ടായിത്തോട് സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുമുള്ള 16 ടീമുകളാണ് അണ്ടർ 14, അണ്ടർ 19 വിഭാഗങ്ങളിൽ മത്സരിക്കുന്നത്. സന്തോഷ് ട്രോഫി കേരള ടീം അംഗം PT മുഹമ്മദ് ബാസിത്ത് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, നിങ്ങളുടെ ഓപ്പണന്റ് എങ്ങനെ ആവട്ടെ, ചിലപ്പോൾ നിങ്ങളെക്കാട്ടും ബെറ്റർ ആയിരിക്കും, നിങ്ങളെക്കാട്ടും അടിപൊളിയായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അവരെ ഫേസ് ചെയ്യാനുള്ള ഒരു ഗഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ചലഞ്ചും മറികടക്കാൻ പറ്റും. പിന്നെ എനിക്കിപ്പോൾ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയ ചെറുപ്പക്കാരാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത്, ഈ മൂവ്മെന്റ് എൻജോയ് ചെയ്യുക. ഇനി ഈ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. നിങ്ങൾ കളിക്കുമ്പോൾ നന്നായിട്ട് മാക്സിമം എഫേർട്ട് ഇട്ട് കളിക്കാൻ നോക്കുക. പിന്നെ നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. പിന്നെ എല്ലാ മാച്ചസും ജയിക്കാൻ വേണ്ടി കളിക്കുക. എല്ലാ മാച്ചും ജയിക്കാൻ വേണ്ടി കളിക്കാം. നമ്മൾ ചിലപ്പോൾ ഇത് യൂസേഴ്സ് ഫൈനൽ ആയിക്കോട്ടെ, ഫസ്റ്റ് മാച്ച് ആയിക്കോട്ടെ, നമ്മൾ ഒരിക്കലും മാച്ച് ഓക്കെ ഇത് ഫസ്റ്റ് മാച്ചാണ്, സിമ്പിളായി കളിക്കുക, അങ്ങനെ വേണ്ടത് നമ്മളിപ്പോൾ എൻജോയ് ചെയ്യാം. ഈ ഒരു മൂവ്മെന്റ് ഇനി നിങ്ങൾക്ക് ലൈഫിൽ കിട്ടണമെന്നില്ല. സോ ഗ്രാബ് ഈച്ച് ആൻഡ് എവറി മൂവ്മെന്റ് യു ഹാവ് ടിൽ നൗ. ഓക്കെ. പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ ജോൺസ് അധ്യക്ഷനായിരുന്നു. CISE റീജിയൻ സ്പോർട്സ് കോർഡിനേറ്റർ RP ബിനീഷ്, വൈസ് പ്രിൻസിപ്പൽമാരായ KV അനൂപ്, CH നിഷീന, വിജി ജോയ് എന്നിവർ സംസാരിച്ചു. കായികാധ്യാപകരായ ജെയ്സ് ജോസഫ്, സനില നിഖിൽ, അധ്യാപകരായ രജനി പ്രവീൺ, എനോഷ് എബ്രഹാം, ശരത് ലാൽ, സിന്ധു ശർമിഷ്ഠ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ഖാസി ഫൗണ്ടേഷൻ കോഴിക്കോട്ട് നമ്മളൊന്ന് സ്നേഹസംഗമം നടത്തി. ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. സ്നേഹമാണ് തന്റെ മതമെന്ന് അദ്ദേഹം പറഞ്ഞു. പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കാൻ ഒന്നിച്ചു നീങ്ങണമെന്ന് മത സാംസ്കാരിക നേതാക്കൾ പറഞ്ഞു. ഖാസി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച നമ്മളൊന്ന് സ്നേഹസംഗമം ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. എൻ്റെ മതം സ്നേഹമാണ്. കുറി തൊട്ടു നടക്കുന്നത് കൊണ്ട് ഞാനൊരു മതഭ്രാന്തനല്ല. എന്നാൽ അത് ബോധ്യപ്പെടുത്താൻ കുറി മായ്ച്ചു കളയാനും ഒരുക്കമല്ല. സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. പാടിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നറിയുന്നത് ഞാൻ വിചാരിച്ചു, എൻ്റെ പാട്ട് ആ സിനിമയോ ആ പാട്ട് സാഹിത്യമോ എൻ്റെ ട്യൂണോ സാധാരണ രീതിയിൽ ഉൾക്കൊള്ളാത്ത ഒരാൾക്ക് കണ്ണു നിറയില്ല, ഉറപ്പാണ്. ഖാസി ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ K കുഞ്ഞാലി അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ദേവർകോവിൽ MLA, KM സച്ചിൻ ദേവ് MLA, ഡോക്ടർ ഹുസൈൻ മടവൂർ, കോഴിക്കോട് മുഖ്യ ആക്ടിംഗ് ഖാസി സഫീർ സഹാഫി, സ്വാമി നരസിംഹാനന്ദ, ഫാദർ CK ഷൈൻ, ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്, O അബ്ദുറഹ്മാൻ, ഡോക്ടർ IP അബ്ദുസലാം, ഖാസി ഷൈഖ് മുസ്തഫ, ആര്യാടൻ ഷൗക്കത്ത്, PN അബ്ദുൽ ലത്തീഫ് മദനി, വിജയ് സിംഗ് പദംസി, ഡോക്ടർ K മൊയ്തു, ഡോക്ടർ CM നജീബ്, ജനറൽ സെക്രട്ടറി MV റസീം ഇസ്മായിൽ, KV ഇസ്ഹാഖ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുരക്ഷാ ജോലികൾ കുറ്റമറ്റതാക്കാൻ അംഗങ്ങൾക്ക് പരിശീലനം നൽകുകയാണ് യുണൈറ്റഡ് സെക്യൂരിറ്റി സൊസൈറ്റി. ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ റിട്ടയർഡ് ക്യാപ്റ്റൻ S സന്തോഷ് കുമാർ ക്ലാസ് എടുത്തു. യുണൈറ്റഡ് സെക്യൂരിറ്റി സൊസൈറ്റി ഓഫ് എക്സ് സർവീസ്മെൻ അംഗങ്ങൾക്ക് സുരക്ഷാ പരിശീലന ക്ലാസ് നൽകി. മോഷണ ശ്രമം തടയൽ, വീടുകളിലും കെട്ടിടങ്ങളിലും ഫ്ളാറ്റുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും തീപിടുത്തം തടയുന്നതിനായി ഫയർ ആൻഡ് സേഫ്റ്റി പരിശീലനം എന്നിവയാണ് നൽകിയത്. തിരുവനന്തപുരത്തെ അംഗീകൃത ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ റിട്ടയർഡ് ക്യാപ്റ്റൻ S സന്തോഷ് കുമാർ ക്ലാസ് എടുത്തു. മെൻ ബിഹൈൻഡ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് അവിടുത്തെ എവിടെയാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവിടുത്തെ സ്റ്റാഫുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ
കിട്ടുന്നുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ ഛേദിച്ചുകൊണ്ട് ഒരു വിധത്തിലുള്ള ഒഫൻഡർ എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിയും അത് ഭേദിച്ച് അകത്ത് കയറില്ല. നല്ല രീതിയിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ഡ്യൂട്ടി പ്ലേസിൽ പുറത്തു നിന്ന് ഒരു വ്യക്തിയും വന്നിട്ട് അകത്ത് കയറില്ല. ഇന്ത്യൻ ആർമിയിലെ വെപ്പൺ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടറായിരുന്ന റിട്ടയർഡ് സുബേദാർ AK സുഗുണൻ അധ്യക്ഷനായി. സൊസൈറ്റി ജനറൽ സെക്രട്ടറി KT അരവിന്ദാക്ഷൻ, റിട്ടയർഡ് ഹവിൽദാർ E ബാലകൃഷ്ണൻ, സൊസൈറ്റി ഡയറക്ടർമാരായ K ബാബു, K ശോഭന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേപ്പൂർ GHSSലാണ് G ശങ്കരപിള്ള അനുസ്മരണ പരിപാടികൾ നടന്നത്. ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നാടകപ്രവർത്തകൻ KK പുരുഷോത്തമൻ നിർവഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് A രത്നാകരന് ചടങ്ങിൽ അനുമോദനം നൽകി. പ്രശസ്ത നാടക കലാകാരൻ വിജേഷ് അവതരിപ്പിച്ച കൊട്ടും പാട്ടും ശ്രദ്ധേയമായി. പരിപാടിയിൽ കരുവള്ളി ശശി അധ്യക്ഷത വഹിച്ചു. M രാജീവ്, A രത്നാകരൻ, UT സുരേഷ്, P ജയചന്ദ്രൻ തുടങ്ങിയവരും സംസാരിച്ചു. കലാവേദി, ബേപ്പൂർ പബ്ലിക് ലൈബ്രറി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുതിയ വീട്ടിൽ കുടുംബ സംഗമം മുതിർന്ന കുടുംബാംഗവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ പരേതനായ PKR പിള്ളയുടെ സഹധർമ്മിണി ശ്രീമതി PK കമലം നവതി ആഘോഷം നടത്തി. മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, CPI ജില്ലാ സെക്രട്ടറി KK ബാലൻ, TV ബാലൻ, AT അബ്ദുള്ള കോയ, AP കൃഷ്ണകുമാർ, PR സുനിൽ സിംഗ്, PR രവീന്ദ്രൻ, PM കരുണാകരൻ, KTM കോയ, TP വിജയൻ, PKM ബാലകൃഷ്ണൻ, ബേബി വാസൻ, അഡ്വക്കേറ്റ് AK ജയകുമാർ തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. ഉറവ് സാംസ്കാരിക വേദി നടുവട്ടവും മലബാർ ഹോസ്പിറ്റൽ എരഞ്ഞിപ്പാലവും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പും SSLC+2 പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും 47 ഡിവിഷൻ കൗൺസിലർ M ഗിരിജ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഉറവ് രക്ഷാധികാരി OK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ലിനിജ, ഡോക്ടർ KS ചന്ദ്രകാന്ത്, ഉറവ് സെക്രട്ടറി സ്വരൂപ് ശിവപുരി, P മാധവദാസ്, CK ധനേഷ്, T പ്രജീഷ്, M രാജേഷ്, സുബ്രഹ്മണ്യൻ മണാൽ, C അനിൽകുമാർ, CK ഗണേഷ് എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധികൃതരുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ NITയിലേക്ക് BJPയുടെ പ്രതിഷേധ പ്രകടനം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് P രാമഭദ്രൻ. ലഹരിക്കെതിരെ സമഗ്ര ബോധവൽക്കരണവും ശക്തമായ സമരപരിപാടികളുമായി കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം നിയമനിർമ്മാണം നടത്തി പരിഹരിക്കണമെന്ന് ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ C ചാക്കുണ്ണി. സുരക്ഷാ ജോലി കുറ്റമറ്റതാക്കാൻ അംഗങ്ങൾക്കായി യുണൈറ്റഡ് സെക്യൂരിറ്റി സൊസൈറ്റിയുടെ പരിശീലന പരിപാടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.